ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിക്രം വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് വന്ദന വിക്രമിന്റെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിക്രമിന്റെ ഫയൽ തന്നെ വന്ദന നോക്കിക്കൊണ്ടിരിക്കുന്നത് വിക്രം കാണുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, ഓഫീസ് വർക്കൊക്കെ ഇപ്പൊ ചേച്ചി വീട്ടിലാണോ ചെയ്യുന്നതെന്നൊക്കെ. വക്കീൽ ഓഫീസിലിരിക്കുന്ന ഫയലൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ വക്കീൽ ഫയൽ കണ്ടില്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഫയൽ മിസ്സായാൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, ഫയലിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. വന്ദന അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. വിക്രമിന്റെ അടുത്തേക്ക് അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും വരുന്നുണ്ട്. വിക്രം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, വന്ദനേച്ചി കുറെ സംശയങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. എന്റെ ബിസിനസിനെ കുറിച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, വന്ദനയ്ക്ക് ഒരു ജോലി മോന്റെ കമ്പനിയിൽ കൊടുക്കണമെന്നൊക്കെ. മാധവൻ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ അവൾക്ക് വക്കീൽ ഓഫീസിൽ ഒരു ജോലി ഉണ്ടല്ലോ, അത് മതിയെന്ന്. വിക്രം പറയുന്നുണ്ട്, ജോലി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ വന്ദനേച്ചിക്ക് പറ്റിയ ജോലിയൊക്കെ കൊടുക്കണ്ടേ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം അറേഞ്ച് ചെയ്യണ്ടേ എന്നൊക്കെ പറയാണ്. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, മോൻ തൽക്കാലമെങ്കിൽ ജോലിയൊന്നും കൊടുക്കണ്ട, വന്ദനയ്ക്കുള്ള ജോലി തന്നെ മതിയെന്നൊക്കെ പറയുന്നു. മാധവൻ പഴഞ്ചൊല്ലൊക്കെ പറയുന്നുണ്ട്, എപ്പോഴും ഒരാളെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് വിക്രം സുചിത്രയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ആഹാരമൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടൽ ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. വിക്രം പറയുന്ന തമാശയെല്ലാം കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. വന്ദന മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, വന്ദനേച്ചി മാത്രം സന്തോഷത്തോടെയല്ല നിൽക്കുന്നത്, ചേച്ചിയുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും, ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമായ മണിമാളികയെ ഞാൻ തന്നെ പണിയുമെന്നൊക്കെ പറയാണ്. വന്ദനയ്ക്കപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വന്ദന പറയുന്നുണ്ട്, എനിക്ക് ആരെ ഔദാര്യമൊന്നും വേണ്ടാന്നൊക്കെ. എപ്പോഴെങ്കിലും എന്റെ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്റെ വിവാഹം നടത്തിയാൽ മതിയെന്നൊക്കെ പറയുന്നു. വിക്രം വർഷയുടെ കാര്യങ്ങൾ മാത്രം നന്നായി ശ്രദ്ധിച്ചാൽ മതിയെന്ന് വന്ദന പറയാൻ ശ്രമിക്കുന്നുണ്ട്. വന്ദന ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, വിവാഹമൊന്നും നടക്കാത്തത് കൊണ്ടാണ് വന്ദനേച്ചി ഇങ്ങനെയായത്, എല്ലാവരും ജാതക ദോഷമെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. വിവാഹം നടത്തി കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വന്ദന റൂമിൽ പോയിട്ട് ഫയൽ എടുക്കുകയാണ്. വന്ദന വിചാരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഈ ഫയലുമായിട്ട് വക്കീൽ ഓഫീസിൽ ചെല്ലണമെന്ന്. വക്കീൽ വരുന്നതിന് മുമ്പ് ചെന്നില്ലെങ്കിൽ ആ വിക്രം പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. വന്ദന ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മാധവനും ചന്ദ്രികയും മുത്തശ്ശിയും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ചന്ദ്രിക പറയുന്നുണ്ട്, വർഷയെ വിവാഹം കഴിച്ച വിക്രം നല്ലവനാണ്, അവൻ കാരണം നമുക്ക് ഭാഗ്യം വരുമെന്നൊക്കെ. വന്ദനയുടെ വിവാഹം നടത്തി തരാമെന്നും നമ്മുടെ വീടിന്റെ കാര്യവുമൊക്കെ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറയാണ്. മാധവൻ അപ്പോൾ പറയുന്നുണ്ട്, വന്ദന ഒരിക്കലും വേറൊരാളുടെ ഔദാര്യത്തിൽ വിവാഹമൊന്നും നടത്താൻ സമ്മതിക്കത്തില്ല, അത് മാത്രമല്ല അവളുടെ വിവാഹം നടക്കാൻ കുറച്ച് പാടാണ്, ദിയമോൾ ഉള്ളിടത്തോളം കാലം പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മളുടെ വീടിന്റെ കാര്യം, നമ്മളുടെ സ്വപ്നമാണ് ആ വീട്, അതുകൊണ്ട് അതിനുള്ള പൈസ നമ്മൾ തന്നെ ചെലവാക്കാമെന്നൊക്കെ പറയുന്നു. വന്ദന അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അപ്പുറത്ത് പുല്ലുണ്ടെന്ന് കരുതി നമ്മൾ പശുവിനെ വാങ്ങാൻ പാടില്ല എന്നൊക്കെ. മരുമകന്റെ പൈസ കണ്ടിട്ട് വീട് വെക്കാൻ നിൽക്കരുത്, അത് മാത്രമല്ല ആ കാര്യമാണെങ്കിൽ എന്റെ വിവാഹത്തിലും ബാധകമാണെന്നൊക്കെ പറയുന്നു. വന്ദന അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വന്ദന റോഡിൽ നിൽക്കുകയാണ്. ഓട്ടോയൊന്നും നോക്കിയിട്ട് കാണുന്നുമില്ല. വന്ദന വിചാരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ വക്കീൽ ഓഫീസിൽ ചെല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാകും, ഒരു വണ്ടിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ആ സമയത്ത് ജഗൻ അതുവഴി വരുന്നുണ്ട്. ജഗൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ എന്നൊക്കെ. എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വന്ദനയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ജഗൻ പറയുന്നുണ്ട്, വന്ദന നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ അത്യാവശ്യമായിട്ട് എവിടെ പോകാനുള്ളത് പോലെ തോന്നുന്നുണ്ട്, ഞാൻ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നു. ഇതുവഴി ഒരു ഓട്ടോ പോലും കാണുന്നില്ല എന്നൊക്കെ ജഗൻ പറയാണ്. എന്റെ ബൈക്കിന്റെ പുറകിലിരിക്കുമ്പോൾ ദേഹത്ത് തൊടാതെ 10 ഇരട്ടി ദൂരത്തിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറയാണ്. വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കാണ്, ഈ വൃത്തികെട്ടവന്റെ ബൈക്കിൽ കയറി പോകേണ്ട അവസ്ഥയാണല്ലോ വരുന്നത്, പക്ഷെ നേരത്തെ പോവുകയും വേണമല്ലോ, എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വക്കീൽ ഓഫീസിൽ വരെ പോകണം, അത്യാവശ്യമായിട്ട് നല്ല സ്പീഡിൽ വണ്ടി പോകണം, ഒരു ഹമ്പിലോ അതുപോലെ കുഴിയിലോ ഒന്നും ചാടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. എന്റെ ദേഹത്ത് മുട്ടാനും ശ്രമിക്കരുതെന്നൊക്കെ പറയുന്നു. ജഗൻ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം വന്ദന ബൈക്കിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. വന്ദന ജഗന്റെ ബൈക്കിലേക്ക് മടിച്ചു കയറാൻ വേണ്ടി തുടങ്ങുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.